Hi all. In this video I am going to discuss about machine independent assembler features. അപ്പോൾ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സിൽ നമുക്ക് അഞ്ച് ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ലിറ്ററൽസ്, സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എക്സ്പ്രഷൻ, പ്രോഗ്രാം ബ്ലോക്സ്, കൺട്രോൾ സെക്ഷൻ ആൻഡ് പ്രോഗ്രാം ലിങ്കിങ്. ഇതിൽ ഫസ്റ്റ് ഞാൻ ലിറ്ററൽസ് ആൻഡ് സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എക്സ്പ്രഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ലിറ്ററൽസ് ആയാലും സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയാലും പഠിക്കുമ്പോഴത്തേക്കും അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് സിംഗിൾ ടേംസ് ആയിരുന്നു. ഓക്കെ, അപ്പം മുന്നേ പഠിച്ച എല്ലാ പ്രോഗ്രാമിൻ്റെ ഫുൾ എക്സാമ്പിൾസിലും നമുക്ക് ഓപ്പറാൻഡ് പാർട്ട് എന്ന് പറയുന്നത് സിംഗിൾ ടേമാണ്. അതായത് ഒരു ലേബലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ലിറ്ററലായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണ്, ഇൻസ്ട്രക്ഷൻ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് സിംഗിളാണ്. ഓക്കെ, സോ ഈ അസംബ്ലേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിംഗിൾ ഓപ്പറാൻഡ് പെർമിറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻസിനെയാണ് അസംബ്ലേഴ്സ് കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ എക്സ്പ്രഷൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അസംബ്ലേഴ്സ് എക്സ്പ്രഷനെ പെർമിറ്റ് ചെയ്യും. പക്ഷെ അവിടെയുള്ള കണ്ടീഷനും എന്താണ്, ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് സിംഗിൾ ഓപ്പറാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അപ്പം അസംബ്ലേഴ്സ് എങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സിംഗിൾ ഓപ്പറാൻഡ് വാല്യൂ കിട്ടുന്ന എക്സ്പ്രഷൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻസ് നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ അത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ്റെ ഫോമിലായിരിക്കണം. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ എക്സ്പ്രഷൻസിൽ നമ്മുടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ലൈക്ക് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ, ഡിവിഷൻ, ഇത് ഏതെങ്കിലും യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും, ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിസൾട്ടായിട്ട് വരുന്നത്. ദെൻ നമ്മൾ ഈ ഇപ്പോൾ എക്സ്പ്രഷനിൽ ഉള്ള ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. അതിൽ ഡിവിഷൻ എന്താണ്, ഇൻറ്റിജർ റിസൾട്ടാണ് തരുന്നത്. ഇനി അതിലുള്ള ടേംസ് എന്താണ്, എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിൽ ഓപ്പറേറ്ററും കാണും ടേംസും കാണും. ആ ടേംസ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ടേംസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് സിമ്പിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ ടേംസ് ആയിരിക്കും. സ്പെഷ്യൽ ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് ആസ്ട്രിക് സിമ്പിളാണ്. ഈ ആസ്ട്രിക് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടറാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഫിഗർ 2.9 ലൈൻ നമ്പർ 106 ബഫ് ആൻഡ് EQU സ്റ്റാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ലൈൻ നമ്പർ 106 ബഫ് ആൻഡ് EQU സ്റ്റാർ. ഇവിടെ EQU എന്ന് പറയുന്നത് എന്താണ്, ഇക്വേറ്റ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. ബഫ് ആൻഡ് ഈക്വൽ ടു എന്താണ്, സ്റ്റാർ ആണ്, സ്റ്റാറിലെ ആസ്ട്രിക് സിമ്പിളാണ് കൊടുത്തേക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ ടേം ആണ്, ഇൻഡിക്കേറ്റ് കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടർ. ഓക്കെ, ഇനി ഈ ബഫൻഡ് എന്ന് പറയുന്നത് എന്താണ്, ബഫൻഡ് എന്ന് പറയുന്നത് ഒരു ബഫർ ഏരിയയെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബഫൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പം നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഒരു എക്സ്പ്രഷനിലുള്ള ഇൻഡിവിജ്വൽ ടേംസ് എങ്ങനെയായിരിക്കണം, ഓപ്പറേറ്റേഴ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അറിയാം. ഇനി പറയാൻ പോകുന്നത്, നമുക്ക് ആക്ച്വലി രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്, അബ്സല്യൂട്ട് എക്സ്പ്രഷൻ ആൻഡ് റിലേറ്റീവ് എക്സ്പ്രഷൻ. ഈ അബ്സല്യൂട്ട് എക്സ്പ്രഷനിലേക്കും റിലേറ്റീവ് എക്സ്പ്രഷനിലേക്കും വരുന്നതിന് മുന്നേ നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ റിലേറ്റീവും അബ്സല്യൂട്ടും എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് പറയാം. നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ ഒബ്ജക്റ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചില ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, അതായത് ബിഗിനിങ് ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് ചില ഒബ്ജക്റ്റ് കോഡിന് ചേഞ്ച് ഉണ്ടാവും. ചിലതെന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കോഡ്സ് ആണ്. അതായത് പ്രോഗ്രാം റീലൊക്കേഷൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നമുക്ക് പ്ലസ് സിമ്പിൾ വരുന്ന എക്സ്റ്റൻഡഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് യൂസ് ചെയ്യുന്ന ചില ഇൻസ്ട്രക്ഷൻസിൽ നമ്മുടെ ഒബ്ജക്റ്റ് കോഡും ചേഞ്ച് ചെയ്യും. അതായത് പ്രോഗ്രാമിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒബ്ജക്റ്റ് കോഡിലും ചേഞ്ച് വരും.
അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഈ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് പ്രോഗ്രാമിലെ ചില വാല്യൂസ് പ്രോഗ്രാമിൻ്റെ ഇനിഷ്യൽ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അത് റിലേറ്റീവും, ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രോഗ്രാം ലൊക്കേഷൻ ആണെങ്കിൽ അത് അബ്സല്യൂട്ടുമായിരിക്കും. ഓക്കെ, അതിപ്പോൾ ടേംസ് ആയാലും എക്സ്പ്രഷൻസ് ആയാലും റിലേറ്റീവും ആകാം അബ്സല്യൂട്ടും ആകാം. അതായത് നമുക്ക് അബ്സല്യൂട്ട് ടേമിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് ആണ്. ഇനി റിലേറ്റീവ് ടേം എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ലേബൽസ് അല്ലെങ്കിൽ ഡേറ്റ ഏരിയാസ് അല്ലെങ്കിൽ ലൊക്കേഷൻ കൗണ്ടറിലേക്കുള്ള റെഫറൻസസ്, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ടേംസ് ആണ്. ഇനി നമ്മൾ EQU എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന ഏതെങ്കിലും വാല്യൂസ് പ്രോഗ്രാമിലുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ടും ആകാം റിലേറ്റീവും ആകാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇനി നമ്മുടെ എക്സ്പ്രഷനിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് അബ്സല്യൂട്ട് എക്സ്പ്രഷൻ, എന്താണ് റിലേറ്റീവ് എക്സ്പ്രഷൻ? ഒരു എക്സ്പ്രഷനിൽ അബ്സല്യൂട്ട് ടേംസ് ഉണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അതായത് അബ്സല്യൂട്ട് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് ടേം എന്ന് പറയുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് കോൺസ്റ്റൻസ് വരുന്ന കേസ്. അതായത് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ടേം വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അബ്സല്യൂട്ട് എക്സ്പ്രഷൻ ആണ്. എന്നാൽ അബ്സല്യൂട്ട് എക്സ്പ്രഷനിൽ റിലേറ്റീവ് ടേംസ് യൂസ് ചെയ്യാം. ആ റിലേറ്റീവ് ടേംസിനെ നമ്മൾ പെയറായിട്ട് യൂസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? അബ്സല്യൂട്ട് എക്സ്പ്രഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിലേറ്റീവ് എക്സ്പ്രഷൻ. റിലേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റിലേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് അൺപെയർഡ് ആയിരിക്കും. ഓക്കെ, അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ അത് പെയർഡ് ആണ്. പെയർഡ് ആണെങ്കിൽ തന്നെ എന്താണ്? ഡിഫറെൻറ്റ് സൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? അൺപെയർഡ് റിലേറ്റീവ് ടേംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? അത് റിലേറ്റീവ് എക്സ്പ്രഷൻ ആണ്. ഇനി ഈ അൺപെയർഡ് റിലേറ്റീവ് ടേംസിന് പോസിറ്റീവ് സൈൻ ഉണ്ടെങ്കിലും അതെന്താണ്? അത് റിലേറ്റീവ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഇവിടെ നോക്കുക, മാക്സ് ലെങ്ത് EQU ബഫൻഡ് മൈനസ് ബഫർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ബഫൻഡിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, ബഫറിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഈ ബഫൻഡും ബഫറും എന്ന് പറയുന്നത് റിലേറ്റീവ് ടേംസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ബഫൻഡിനെയും ബഫറിനെയും നമ്മൾ പെയറായിട്ട് യൂസ് ചെയ്യുന്നു. അവിടെ എന്താണ്? ഒരു മൈനസ് എന്ന് പറയുന്ന സൈൻ, ഡിഫറെൻറ്റ് സൈൻ ആണ്. സോ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു അബ്സല്യൂട്ട് ടേം ആണ്. അപ്പോൾ ഇതാണ് പറയുന്നത് അബ്സല്യൂട്ട് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ റിലേറ്റീവ് ടേംസ് ഉണ്ടാകാം, അത് പെയറായിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ഡിഫറെൻറ്റ് സൈൻ ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് ഇതിൽ ചില ടേംസ് ഒന്നും നമ്മൾ അബ്സല്യൂട്ട് ആയിട്ടോ റിലേറ്റീവ് ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റാത്ത ചില എക്സ്പ്രഷൻസ് ഉണ്ട്. ആ എക്സ്പ്രഷൻസിൽ വരുന്നതാണ് ബഫൻഡ് പ്ലസ് ബഫർ, 100 മൈനസ് ബഫർ, 3 സ്റ്റാർ ബഫർ. ഇതെന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ടും അല്ല, പിന്നെന്താണ്? റിലേറ്റീവും അല്ല. ഇതെന്ന് വെച്ചാൽ എറേഴ്സ് ആണ്. ഓക്കെ, എറേഴ്സ് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ലൊക്കേഷൻ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കേസാണ്. അതുകൊണ്ട് ദിസ് ഇസ് നെയ്തർ അബ്സല്യൂട്ട് നോർ റിലേറ്റീവ്. ഓക്കെ, ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഈ എക്സ്പ്രഷനിലെ ഈ വാല്യൂസ് ഏതൊക്കെയാണ് റിലേറ്റീവ് ഏതൊക്കെയാണ് അബ്സല്യൂട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് RET ADR എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ആണ്. കാരണം എന്താണ്? ലൊക്കേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ബഫർ റിലേറ്റീവ് ആണ്, ബഫൻഡ് റിലേറ്റീവ് ആണ്. മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ബഫൻഡ് മൈനസ് ബഫർ ആണ്. സോ എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് ആണ്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എക്സ്പ്രഷനിൽ പറയാനുള്ളത്. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സിൻ്റെ തേർഡ് സബ് ഹെഡിങ് ആണ് എക്സ്പ്രഷൻ. ഇപ്പോൾ എക്സ്പ്രഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. എന്താണ് എക്സ്പ്രഷൻ? എക്സ്പ്രഷനിലുള്ള ഓപ്പറേറ്റർ എന്താണ്? അതിലെ ഇൻഡിവിജ്വൽ ടേംസ് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? റിലേറ്റീവ് വാല്യൂ എന്താണ്? അതിൽ നിന്നാണ് നമ്മൾ അബ്സല്യൂട്ട് എക്സ്പ്രഷൻ, റിലേറ്റീവ് എക്സ്പ്രഷൻ, അതിന് എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് പ്രോഗ്രാം ബ്ലോക്സ്. പ്രോഗ്രാം ബ്ലോക്ക് എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ
അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സിംഗിൾ യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന് സബ് റൂട്ടീൻസ് കാണും, ഡേറ്റ ഏരിയാസ് കാണും, അങ്ങനെ പല പല കാര്യങ്ങൾ കാണും. പക്ഷേ അതിനെ എല്ലാത്തിനെയും കൂടെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ബ്ലോക്ക് ഓഫ് ഒബ്ജക്റ്റ് കോഡ്. അതായത് നിങ്ങൾ ഈ പ്രോഗ്രാം ഫസ്റ്റ് പറഞ്ഞ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നിങ്ങൾക്കറിയാം അതിൽ RD, REC, WR, REC എന്ന് പറയുന്ന 2 സബ് റൂട്ടീൻ ഉണ്ട്, മെയിൻ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ അതിനെ എന്താണ്? സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അസംബ്ലർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം ബ്ലോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിംഗിൾ കോഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിനെ റീഅറേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, ഈ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ നമ്മൾ എന്തായിട്ടാണ് പല പല സെക്ഷൻസ് ആക്കി മാറ്റിയിട്ട് അതിനെ എന്താണ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. അതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാം ബ്ലോക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ 2.11 ആണ് ഈ പ്രോഗ്രാം. അതായത് ലൈൻ നമ്പർ 255 വരുന്ന ഒരു പ്രോഗ്രാം ബ്ലോക്സ് ഉള്ള പ്രോഗ്രാമാണിത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നതാണ് പ്രോഗ്രാം ബ്ലോക്സ്. ഇതിനെ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത്? ഇതിനെ, അതായത് പ്രോഗ്രാം ബ്ലോക്സ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഇതിനെ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നാലും ഇതിനെ ഒരു സിംഗിൾ പ്രോഗ്രാം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ബ്ലോക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ 3 ബ്ലോക്സ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഓരോ ബ്ലോക്കിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് എന്ന് പറയുന്നത് കീവേഡ് അല്ല, ഇത് അസംബ്ലർ ഡയറക്റ്റീവ്. യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്താണ് ഈ സോഴ്സ് പ്രോഗ്രാമിലെ ഓരോന്നും ഏത് ബ്ലോക്കിലാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് യൂസ് സ്പേസ് ബ്ലോക്ക് നെയിം, അതാണ് ഇതിൻ്റെ സിൻടാക്സ്. സോ നമ്മൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ലൈൻ നമ്പർ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ പേര് കോപ്പി, സ്റ്റാർട്ട് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ്, റീലൊക്കേറ്റബിൾ പ്രോഗ്രാം ആയതുകൊണ്ട് 0 ഇസ് അഡ്രസ്. ഓപ്പറേൻഡ് പാർട്ടിൽ 0 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ 3 ബ്ലോക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡീഫോൾട്ട് ബ്ലോക്ക്, സി ഡേറ്റ, സി ബ്ലോക്ക്. അപ്പം ഈ സോഴ്സ് പ്രോഗ്രാമിൽ 3 പ്രോഗ്രാം ബ്ലോക്സ് ഉണ്ടെങ്കിൽ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കീവേഡാണ് യൂസ് ചെയ്യുന്നത്? യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിനി പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പ്രോഗ്രാം ബ്ലോക്കിലാണ് ബിലോങ് ചെയ്യുന്നതെന്നുള്ള പേര് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ലൈൻ നമ്പർ 92 നമ്മൾ യൂസ് സി ഡേറ്റ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലൈൻ നമ്പർ 103 യൂസ് സി ബ്ലോക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ യൂസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡീഫോൾട്ട് ബ്ലോക്കിലുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലെ 3 ബ്ലോക്സ് ഏതൊക്കെയാണ്? ഡീഫോൾട്ട് ബ്ലോക്ക്, സി ഡേറ്റ ബ്ലോക്ക്, സി ബ്ലോക്ക്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അൺനെയിംഡ് ബ്ലോക്കാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്, അതായത് ഡീഫോൾട്ട് ബ്ലോക്കിൽ. ദെൻ സെക്കൻഡ് ഈസ് സി ഡേറ്റ. സി ഡേറ്റയിൽ എന്താണ്? ഓൾ ഡേറ്റ ഏരിയ ദാറ്റ് ആർ ഫ്യൂ വേർഡ്സ് ഓർ ലെസ് ഇൻ ലെങ്ത്. അതായത് ഡേറ്റ ഏരിയാസിനെ എല്ലാം, അതായത് സ്മോളർ ഡേറ്റ ഏരിയാസിനെ എല്ലാം കവറപ്പ് ചെയ്യുന്നതാണ് സി ഡേറ്റ ബ്ലോക്ക്. ഇനി അടുത്തത് CBLKS, അതായത് സി ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ഡേറ്റ ഏരിയ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് ബ്ലോക്സ് ഓഫ് മെമ്മറി. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഏതാണ്? യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഇൻഡിക്കേറ്റ് വിച്ച് പോർഷൻ ഓഫ് ദി സോഴ്സ് പ്രോഗ്രാം ബിലോങ്സ് ടു വേരിയസ് ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഫെമിലിയറൈസ് ചെയ്യുവാണ്. അതായത് ഇവിടെ ലൈൻ നമ്പർ 5 അതിന് തൊട്ട് മുന്നേ നമ്മൾ യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് അൺനെയിംഡ് ബ്ലോക്ക് ഓർ ഡീഫോൾട്ട് ബ്ലോക്ക്. അതായത് പ്രോഗ്രാമിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് എന്താണ്? അൺനെയിംഡ് അല്ലെങ്കിൽ ഡീഫോൾട്ട് ബ്ലോക്ക് ആണ്. കാരണം ദർ ഈസ് നോ യൂസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. ഓക്കെ,
ഇനി നമ്മൾ ഈ പ്രോഗ്രാമിലെ ലൈൻ നമ്പർ 5, 10, 15 തുടങ്ങി ലൈൻ നമ്പർ 70 കഴിഞ്ഞിട്ട് 92 എത്തുമ്പോഴത്തേക്കും അവിടെ യൂസ് എന്ന് പറയുന്ന കീവേഡും യൂസ് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമിൻ്റെ ബ്ലോക്കിൻ്റെ പേരും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സി ഡേറ്റ എന്ന്. സോ ഈ ലൈൻ നമ്പർ 92ന് ശേഷം 103ക്ക് തൊട്ട് മുന്നേ വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ബിലോങ്സ് ടു സി ഡേറ്റ ബ്ലോക്ക്. ദെൻ 103ൽ പുതിയ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് സി ബ്ലോക്ക്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്തത് 123ൽ എഗെയിൻ യൂസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തേക്കുവാണ്. യൂസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ട് പേര് കൊടുത്തിട്ടില്ല, അത് അൺനെയിംഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഡീഫോൾട്ട് ബ്ലോക്ക് ആണ്. ദെൻ അഗെയിൻ 180 വരെ ഏതാണ്? ഡീഫോൾട്ട് ബ്ലോക്ക് ആണ്. ദെൻ 183ൽ അഗെയിൻ സി ഡേറ്റ. ദെൻ 208ൽ അഗെയിൻ ഡീഫോൾട്ട് ബ്ലോക്ക്. ദെൻ അടുത്ത എവിടെയാണ്? 252ൽ സി ഡേറ്റ ബ്ലോക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന് ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഇങ്ങനെ പ്രോഗ്രാം ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴും ഇതിനെ അസംബിൾ ചെയ്യുകയും ലോഡ് ചെയ്യുകയും ലിങ്ക് ചെയ്യുകയും എല്ലാം ചെയ്യുമല്ലേ. അപ്പം നമ്മുടെ പാസ് 1ലും പാസ് 2ലും എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാമിൻ്റെ പാസ് 1ൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നോർമലി നമ്മുടെ പ്രോഗ്രാമിന് ഒറ്റ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ ആണ്. അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് വരെ പോകുമായിരുന്നു. പക്ഷെ പ്രോഗ്രാം ബ്ലോക്സിൻ്റെ കേസിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ ഫോർ ഈച്ച് പ്രോഗ്രാം ബ്ലോക്ക്. ഓക്കെ, ഓരോ പ്രോഗ്രാം ബ്ലോക്കിനും, അതായത് ഡീഫോൾട്ട് ബ്ലോക്ക്, സി ഡേറ്റ, സി ബ്ലോക്ക്, ഇതിന് ഓരോന്നിനും ഓരോ ലൊക്കേഷൻ കൗണ്ടറാണ്. ആ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാകും. എപ്പോഴാണ്? വെൻ ദി ഫസ്റ്റ് ബ്ലോക്ക് ബിഗിൻ. ആദ്യത്തെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു ബ്ലോക്കിൽ നിന്നും വേറൊരു ബ്ലോക്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് വാല്യൂ ഓഫ് ദി ലൊക്കേഷൻ കൗണ്ടർ ഈസ് സേവ്ഡ്. അത് സേവ് ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ, പിന്നീട് എന്താണ്? ആ പ്രീവിയസ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സേവ്ഡ് വാല്യൂവിനെ റീസ്റ്റോർ ചെയ്യും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പാസ് 1ൽ ചെയ്യുന്നത്, അതായത് നമ്മുടെ പ്രോഗ്രാമിലെ ഓരോ ലേബൽസിനും ഒരു അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ലേബൽസിന് എന്താണ്? അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് പ്രോഗ്രാം ബ്ലോക്കിന് റിലേറ്റീവായിട്ടായിരിക്കും ആ അഡ്രസ്സിനെ അസൈൻ ചെയ്യുന്നത്. അതായത് ലേബൽസിനെ സിമ്പിൾ ടേബിളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ബ്ലോക്ക് നെയിം അല്ലെങ്കിൽ ബ്ലോക്ക് നമ്പറും കൂടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത് ഇത്രയാണ് പാസ് 1ലുള്ളത്. ഓക്കെ, അപ്പോൾ പാസ് 1ൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? പ്രോഗ്രാം ബ്ലോക്ക് ഏതൊക്കെയാണോ ആ ഓരോ പ്രോഗ്രാം ബ്ലോക്കിനും സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ ഉണ്ടാകും. പിന്നെന്താണുള്ളത്? സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ ഉണ്ടാകും. അതായത് ഒരു ബ്ലോക്കിൽ നിന്നും വേറൊരു ബ്ലോക്കിലേക്ക് ഇത് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? സേവ് ചെയ്തിട്ടുണ്ടാകും. സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പിന്നീട് അതിനെ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് വരുമ്പോഴത്തേക്കും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ ബ്ലോക്കിനും ഓരോ നെയിം അല്ലെങ്കിൽ ഒരു നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാകും. അതെന്ത് ചെയ്യും? അത് സിം ടാബിലേക്ക് സ്റ്റോർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് പാസ് 1ൽ ചെയ്യുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പാസ് 1ൻ്റെ എൻഡിൽ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയുള്ളത് നമ്മുടെ പാസ് 2. പാസ് 2ൽ എന്താണെന്ന് വെച്ചാൽ, assembler needs the address for each symbol relative to the start of the object program. നോർമലി നമ്മുടെ ഒബ്ജക്റ്റ് കോഡിൻ്റെ ജനറേഷനാണ് പാസ് 2ൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുവാണെന്ന് വെച്ചാൽ, ഇവിടെ പ്രോഗ്രാം ബ്ലോക്സിന് ഓരോ ബ്ലോക്കിനും ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ വരുന്നത്. അതുകൊണ്ട് അത് ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് എത്രയാണോ അഡ്രസ്സ്, അതാണ് റിലേറ്റീവ് ആയിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് പ്രോഗ്രാം ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പം യൂസ് എന്ന് പറയുന്ന കീവേഡും 3 ബ്ലോക്കും, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ജനറേഷനാണ്. ഒബ്ജക്റ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് ഇതാണ്. ലൈൻ നമ്പർ 5 തുടങ്ങിയുള്ളത് നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്കാണ്. ഡീഫോൾട്ട് ബ്ലോക്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് SICXയുടെ ഒബ്ജക്റ്റ് കോഡ് ജനറേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ജനറേറ്റ് ചെയ്തേക്കുന്നത്.
പിന്നെ ഇവിടെ സി ഡേറ്റ ബ്ലോക്കിൽ റിസർവ് വേർഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ഇല്ല. സി ബ്ലോക്കിലും അതുപോലെ ബഫ് ആൻഡ് DQ, അതായത് കാൽക്കുലേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇവിടെയും എന്താണ് ഒബ്ജക്റ്റ് കോഡ് ഇല്ല. ഇത് സെയിം പ്രോഗ്രാമാണ്. ഒബ്ജക്റ്റ് കോഡും സെയിം രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പഠിച്ചത് അതേപോലെ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഓരോ ബ്ലോക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് നമ്പേഴ്സും അഡ്രസ്സും ലെങ്തും ആണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ 3 ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡീഫോൾട്ട്, സി ഡേറ്റ, സി ബ്ലോക്ക് ആണ്. അതിന് ബ്ലോക്ക് നമ്പർ നെയിം ചെയ്തേക്കുന്നത് 0, 1, 2 ആണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലും ഇവിടെ LOC വാല്യൂയുടെ കൂടെ ബ്ലോക്കിൻ്റെ നമ്പർ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് അൺനെയിംഡ് അല്ലെങ്കിൽ ഡീഫോൾട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് എന്താണ് 000 എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുവാണ്. ഇനി സി ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതേതാണ് ബ്ലോക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 1, 1, 1, 1. ദെൻ സി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2, 2, 2, 2. ദെൻ അഗെയിൻ ഇതേതാണ് ഡീഫോൾട്ട് ബ്ലോക്ക് 0. ദെൻ ഇവിടെ യൂസ് സി ഡേറ്റ വന്നപ്പോൾ 1. ദെൻ നെക്സ്റ്റ് ഇവിടെ യൂസ് വന്നപ്പോഴത്തേക്ക് അഗെയിൻ എന്താണ് യൂസ് ഡീഫോൾട്ട് ആണ്, അപ്പോൾ ദെൻ 0, ദെൻ 1. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി എന്ന് പറയുന്നത് അഡ്രസ് എന്ന് പറയുന്നത് ഈ ഡീഫോൾട്ട് ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എത്രയാണ്, സി ഡേറ്റയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എത്രയാണ്, സി ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എത്രയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ബ്ലോക്ക് നമ്പേഴ്സ് കൊടുത്തേക്കുന്ന എവിടെയാണ്? നമ്മൾ സിം ടാബിൽ ഈ ബ്ലോക്സിനെ സേവ് ചെയ്യുമ്പോഴാണ് ഈ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്ക് നോക്കൂ. ഈ പ്രോഗ്രാമിൽ ഡീഫോൾട്ട് ബ്ലോക്കാണ് 0. അപ്പോൾ ഇവിടെ 000 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഈ 0 എന്ന് പറയുന്നത് എവിടെയാണ് എൻഡ് ചെയ്തേക്കുന്നത്? ഇവിടെ 0024 എൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ LOC വാല്യൂവിനെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സി ഡേറ്റായി ഇവിടെ 000 സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഓരോ ബ്ലോക്കിനും ഓരോ ലൊക്കേഷൻ കൗണ്ടറാണ്. ഈ 00 സി ഡേറ്റയ്ക്ക് വേറെ ലൊക്കേഷൻ കൗണ്ടർ ആയതുകൊണ്ടാണ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ സി ബ്ലോക്ക് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് ലൊക്കേഷൻ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 123 വീണ്ടും നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ഇവിടെ നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്ക് തീർന്നപ്പോൾ 0024 ആയിരുന്നത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ എത്ര? 3 ഇൻക്രിമെൻറ്റ് ചെയ്ത് അഗെയിൻ 0027. ഓക്കെ, അപ്പോൾ 0027 തുടങ്ങി 4A വരെ നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സി ഡേറ്റയുടെ ലൊക്കേഷൻ കൗണ്ടറിനെ റീസ്റ്റോർ ചെയ്തു. ദെൻ 0040 ഇവിടെ എത്രയായിരുന്നു? 004A ആയിരുന്നു. 3 വെച്ചാണ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എത്രയാണ് എടുത്ത്? 004D അഗെയിൻ യൂസ് ഡീഫോൾട്ട് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. എവിടെയാണ്? ലൊക്കേഷൻ കൗണ്ടർ 0063 ഇതിവിടെ തീരുന്നത്. ഇത് 63 ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ LOC വാല്യൂ 63 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒബ്ജക്റ്റ് കോഡിൽ 4F0000 ആണ്. അപ്പോൾ 63 കഴിഞ്ഞ എത്രയാണ്? 64, 65, 66. 3 ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ 66 വരെയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഡീഫോൾട്ട് ബ്ലോക്ക്. ഓക്കെ, അതാണ് ഇതാ ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ആ 0066 നമ്മുടെ സി ഡേറ്റായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0066 ആണ് നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്കിൻ്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ. നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ 0000 ഫസ്റ്റ് STL RET ADR. അപ്പോൾ ഈ 17 എന്ന് പറയുന്നത് 0001 0002 20, 0003 2D. അഗെയിൻ ലൊക്കേഷൻ കൗണ്ടർ പോയിന്റ് ചെയ്തേക്കുന്നത് എത്രയാണ്? 3. അപ്പോൾ 3 വെച്ച് നമുക്ക് 0000 പിന്നെ 0003 0006 അങ്ങനെ 3 വെച്ചാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ SICXയുടെ ആർക്കിടെക്ചറിൽ പഠിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് 3 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ എവിടെ വരെയാണ്? 0024 കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് 27 അത് 4A വരെ വന്നു. അത് കഴിഞ്ഞിട്ട് 4Dയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 63 കഴിഞ്ഞിട്ട് എത്രയാണ്? 64, 65, 66. അപ്പോൾ 66 വരെ എന്താണ്? നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്കാണ്. അപ്പോൾ ഈ ഡീഫോൾട്ട് ബ്ലോക്കിനെ മൊത്തത്തിൽ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പാർട്ടിലാണ് നമ്മുടെ സി ഡേറ്റ വരേണ്ടത്. അപ്പോൾ സി ഡേറ്റ എവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? 66 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ 66 അഡ്രസ്സ് എന്ന് പറയുന്നത് സി ഡേറ്റയുടെ എത്രയാണ്? 66. ഇനി അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അടുത്ത സി ഡേറ്റയുടെ അത് ഇവിടെ നോക്കൂ. 00 തുടങ്ങി ഇവിടെ 003 വരെ. 3 കഴിഞ്ഞിട്ട് പിന്നെ ഇനി 4, 5, 6 ആയിരിക്കും. നമുക്ക് നോക്കാം സി ഡേറ്റ എവിടെയാണെന്ന്.
സി ഡേറ്റ അടുത്തത് കണ്ട് 6 സ്റ്റാർട്ട് ചെയ്തേക്കുന്നു. പിന്നെ എവിടെയാണ് 7 സ്റ്റാർട്ട് ചെയ്തേക്കുന്നു. 7 തുടങ്ങി ഇവിടെ എയിലാണ് ഇവിടെ നിൽക്കുന്ന LOC വാല്യൂ. ഇവിടെ 05 ആണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രയാകും? 0B ആവും. ഓക്കെ, ഒന്ന് കൂടുമ്പോഴത്തേക്കും 0B. അപ്പോൾ ഇവിടെ നോക്കൂ, അതിൻ്റെ ലെങ്ത് സി ഡേറ്റ അടുത്ത് 000B. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സി ബ്ലോക്ക് ആണ്. സി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 00ൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എവിടെയാണ് 1000 വരെയാണ്. 1000 കഴിഞ്ഞിട്ട് അടുത്തത് 1000 കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങും സി ബ്ലോക്ക് യൂസ് ചെയ്തിട്ടില്ല. സോ എത്രയാണ് ഇവിടെ? 1000. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 1071 ആണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1071 ആണ്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ മെമ്മറി ഓർഗനൈസേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയാം. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നോർമൽ എങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാം എഴുതുന്നതെന്ന് വെച്ചാൽ ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ് ഫോർമാറ്റ് ആണ്. ഹെഡർ റെക്കോർഡിൽ നമ്മൾ എന്ത് ചെയ്യും? എച്ച് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തു. പ്രോഗ്രാം നെയിം, സ്റ്റാർട്ടിംഗ് അഡ്രസ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, അത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡ് എഴുതുവാണ്. ടെക്സ്റ്റ് റെക്കോർഡ് എഴുതുമ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3E203F വരെ എന്താണ് നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്കാണ്. ഡീഫോൾട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ നമ്പർ 7ൽ 3E203F വരെ. അപ്പോൾ നമ്മളിവിടെ ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 3E203F, അതായത് 2 ടെക്സ്റ്റ് റെക്കോർഡ് എഴുതേണ്ടി വരുവാണ് ഡീഫോൾട്ട് ബ്ലോക്കിന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ 60 കോളംസേ ഒരു ടെക്സ്റ്റ് റെക്കോർഡിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണ് ഇവിടെ? 1 2 3 4 5 6 വെച്ച് എത്ര വരെ വരും? ഒന്ന് 2 3 4 5 6 7 8 9 10. ഈ 1003 വരെ ആകുമ്പോഴത്തേക്കും 60 കോളംസ് ഒരു ടെക്സ്റ്റ് റെക്കോർഡ് ഫില്ലാവും. അപ്പോൾ നമ്മുടെ അടുത്ത ടെക്സ്റ്റ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കും. 0F2048 തുടങ്ങി ഇവിടെ സി ഡേറ്റ ബ്ലോക്കിന് തൊട്ട് മുന്നേ നിർത്തണം. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് അടുത്ത ടെക്സ്റ്റ് റെക്കോർഡായിട്ട് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എത്ര ടെക്സ്റ്റ് റെക്കോർഡ് വരുന്നുണ്ട്? 2 ടെക്സ്റ്റ് റെക്കോർഡ് നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്കിൻ്റെതാണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഏതാണ് എഴുതേണ്ടത്? നമ്മുടെ പ്രോഗ്രാമിൽ നോക്കിയാൽ ഇവിടെ സി ഡേറ്റ ആണ് എഴുതേണ്ടത്. സി ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡില്ല, സി ബ്ലോക്കിനും കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡില്ല. സോ എഗെയിൻ നമ്മുടെ ഡിഫോൾട്ട് ബ്ലോക്കാണ്. ഡിഫോൾട്ട് ബ്ലോക്കിലേക്ക് പോകുമ്പോഴത്തേക്കും എഗെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് B410ൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് 60 കോളം കൗണ്ട് ചെയ്യാം. 60 കോളം കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ B850 വരെ വരും. B850 കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടെക്സ്റ്റ് റെക്കോർഡ് 4F000 വരെ എഴുതണം. അങ്ങനെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കാം. അതെ, അതുകൊണ്ടൊക്കെ ഇത് ഡിഫോൾട്ട് ബ്ലോക്കിൻ്റെ 2 ടെക്സ്റ്റ് റെക്കോർഡ് എഴുതി. ഇനി അടുത്തത് ഏത് ടെക്സ്റ്റ് റെക്കോർഡാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ സി ഡേറ്റയ്ക്ക് F1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സി ഡേറ്റയുടെ ഇതാണ്ടിത്, സി ഡേറ്റയുടെയാണ് ഇവിടെ F1 എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് റെക്കോർഡ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് അഗെയിൻ ഇതാണ്ട് ഇവിടെ അടുത്ത വീണ്ടും ഡിഫോൾട്ട് ബ്ലോക്കിൻ്റെത് B410 തുടങ്ങി 4F000 വരെയുള്ളതുണ്ട്. അത് ഇവിടെ എഴുതി. ഇതാണ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോക്ക് ഏതാണ്? സി ഡേറ്റ ബ്ലോക്ക്. അടുത്തത് സി ഡേറ്റ ബ്ലോക്കിൻ്റെത് എഴുതി. ഇവിടെ നോക്കിക്കോണം, ഇവിടെ നമ്മൾ ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തോണം. നമ്മൾ 60 കോളംസ് ആയാൽ മാത്രമേ 1E വരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോണം. അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? എൻഡ് റെക്കോർഡ് എഴുതി. ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക് മെമ്മറിയിൽ എഴുതുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റ്. സോഴ്സ് പ്രോഗ്രാമിൽ ഫസ്റ്റ് ഡിഫോൾട്ട് ബ്ലോക്ക്, പിന്നെ സി ഡേറ്റ. അതായത് ഈ പ്രോഗ്രാം നോക്കിക്കോ, പ്രോഗ്രാമിൽ എന്താണ് ആദ്യം? ഡിഫോൾട്ട് സി ഡേറ്റ സി ബ്ലോക്ക്, ദെൻ അഗെയിൻ ഡിഫോൾട്ട് സി ഡേറ്റ ഡിഫോൾട്ട് സി ഡേറ്റ. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റ്.
അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിഫോൾട്ട് ഓഫ് 1, സി ഡേറ്റ ഓഫ് 1, സി ബ്ലോക്ക് ഓഫ് 1, ദെൻ ഡിഫോൾട്ട് ഓഫ് 2, സി ഡേറ്റ ഓഫ് 2, ഡിഫോൾട്ട് ഓഫ് 3, സി ഡേറ്റ ഓഫ് 3. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ അതിൽ ഏത് ലൈൻ തുടങ്ങി ഏത് ലൈൻ വരെയാണ് ഡിഫോൾട്ട് എന്നുള്ളതെന്നാണ് കൊടുത്തേക്കുന്നത്. ഇതേപോലെ സി ഡേറ്റ, സി ബ്ലോക്ക് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെല്ലാത്തിനും ഒബ്ജക്റ്റ് കോഡ് ഇല്ലല്ലോ. അതായത് അവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫോൾട്ടിനുണ്ട്, സി ഡേറ്റയ്ക്കും സി ബ്ലോക്കിനും ഇല്ല. ദെൻ അഗെയിൻ ഡിഫോൾട്ടിനുണ്ട്, സി ഡേറ്റയ്ക്കുണ്ട്, ദെൻ ഡിഫോൾട്ട്, സി ഡേറ്റ. ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഏതിനൊക്കെ ഉണ്ടോ അത് മാത്രമേ എഴുതുന്നു. ഡിഫോൾട്ടിന് ഉണ്ട്, സി ഡേറ്റയ്ക്കും സി ബ്ലോക്കിനും ഇല്ല, അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടില്ല. ദെൻ അഗെയിൻ ഡിഫോൾട്ടിനുണ്ട്, സി ഡേറ്റയ്ക്കുണ്ട്, ഡിഫോൾട്ടിനുണ്ട്, സി ഡേറ്റയ്ക്കുണ്ട്. ഇതിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മൾ ഈ ഡിഫോൾട്ടിനെ എല്ലാം ഒരുമിച്ചാക്കും. ഡിഫോൾട്ട് ഓഫ് 1, ഡിഫോൾട്ട് ഓഫ് 2, ഡിഫോൾട്ട് ഓഫ് 3, ദെൻ സി ഡേറ്റ ഓഫ് 2, സി ഡേറ്റ ഓഫ് 3, ദെൻ ഫൈനലി സി ബ്ലോക്ക്. ഒരു സി ബ്ലോക്ക് അല്ലേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ഉള്ളത്. പിന്നെ ഇതിൻ്റെ റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ഇവിടെ 00 നമ്മുടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അത് കഴിഞ്ഞ് 24 വരെ. അപ്പോൾ അടുത്ത് എവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്? 27 സി ഡേറ്റ സ്റ്റാർട്ട് ചെയ്തത്. അതേ ലൊക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 27 4D661070. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ബ്ലോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോഴ്സ് പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നു? സോഴ്സ് പ്രോഗ്രാമിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള റീഅറേഞ്ച്മെൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാം ബ്ലോക്സ് ആയിട്ട് മാറ്റുന്നു. ഇവിടെ ഡിഫോൾട്ട് ബ്ലോക്ക്, സി ഡേറ്റ, സി ബ്ലോക്ക്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ്, ഒബ്ജക്റ്റ് പ്രോഗ്രാം എങ്ങനെ എഴുതുന്നു, അത് മെമ്മറി ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി കൺട്രോൾ സെക്ഷൻ പ്രോഗ്രാം ലിങ്കിങ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.